നിനക്ക് വേറെ എവരോടും കളിക്കാൻ കിട്ടിയില്ലേ? അപ്പുറം പോയി കളിയടി. സോറി 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 സോറി. അപ്പൂ വാ കളിക്കാൻ പോവാം നമുക്ക്. ഫുട്ബോൾ കളിക്കാനാ? മക്കളെ പണ്ട് അപ്പൂപ്പൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പനെ കൊണ്ട് പറ്റൂല, വയസ്സായില്ലേ മക്കളെ. എന്റെ പൊന്നപ്പൂ, വയസ്സാവണത് ശരീരമല്ലേ, മനസ്സങ്ങനെ വയസ്സാവാൻ പാടില്ല. ഭയങ്കര യങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒരുമാതിരി പഴഞ്ചനായി പോകും. പിന്നെ ഫുട്ബോൾ കളിച്ച കയ്യാക്കാല ഒളിഞ്ഞു കിടന്നോണ്ടല്ലേ അവന്റെ മലക്കോളി. ആര്? എന്റെ മോൻ. മോനെ പേടിയാണല്ലേ? എനിക്കവനെ പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ അവനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയോണ്ടല്ലേ അവൻ നിക്കറ് കൂടെ മുള്ളു. പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഫുട്ബോൾ കളിക്കാൻ വരാത്ത? മക്കളെ പണ്ടൊക്കെ കളിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ ചിന്നുവിന് വലിയ പ്രയാസമാണ്. അത് മാത്രമല്ല രാമന് ഉറക്കവും കാണൂല. അപ്പൊ എനിക്കൊരു വിഷമവും ഇല്ലെന്നാണ് അപ്പൊ പറഞ്ഞു വരണല്ലേ? അങ്ങനെയല്ല മക്കളെ, ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. അച്ഛന്റെ ഒരു വാത്സല്യേ. മക്കളെ നോക്ക്, നല്ല വെയിലൊക്കെ ഉണ്ട്, ഇനി ഇവിടെ നിന്ന് കളിക്കാനൊന്നും വേണ്ട കേട്ടാ. അകത്തവിടെ പോയി ഇരിടി പോടി. അപ്പൊ പറഞ്ഞ ശരിയാണ് കേട്ടോ. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എന്റെ ഭംഗി മൊത്തം പോകും. ഒരു ഫുട്ബോൾ പ്ലെയറിന് എപ്പോഴും വേണ്ടത് യൂത്ത്നെസ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ശരി ശരി. സാധനങ്ങളൊക്കെ അയ്യോ വീടിനകത്താണോ ബോൾ കളിക്കണേ? അതല്ലേ? ഇല്ല ഇല്ലേ ഇവിടെ. എറിയോ നീ? പിങ്കി കളിക്കാതെ ഞാൻ എറിയും. ഇങ്ങോട്ട് വാ. തരൂല ഇങ്ങോട്ട് വാ. തരൂല തരൂല തരൂല. പിടിച്ചോ. പിങ്കി എവിടെയെങ്കിലും തിരി. എന്തൊരു ഞാൻ തരൂല. തരൂല. അയ്യോ അയ്യോ പറഞ്ഞേ. ഒരു സ്ഥലം കിട്ടിയോ നിനക്ക് വേറെ ബോൾ കളിക്കാൻ? എന്തോ അപ്പച്ചി, ഇതൊക്കെ വീട് പൊട്ടൂല്ലേ? നീ എന്തോന്ന് കാണിക്കണേ? ഇതെന്നെ കളിക്കാൻ സമ്മതിക്കില്ല, കഷ്ടം തന്നെ. ഇതിനകത്ത് വെച്ചാ നീ കളിക്കണേ? പുറത്തുനിന്ന് കളിച്ചപ്പോ അപ്പു വഴക്കുറഞ്ഞു, ഇതിനകത്തുനിന്ന് കളിച്ചപ്പോ അപ്പുവിന്റെ പെരുമോള്. ഇതൊരു കഷ്ടം അപ്പച്ചി. ഇങ്ങനെ തന്നെ ഇങ്ങനെ തളർത്തല്ലേ. എനിക്ക് ഭാവിയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണ് ആഗ്രഹം. ആരാവണമെന്ന്? ഫുട്ബോൾ പ്ലെയർ. നീ ബാസ്കറ്റ് ബോൾ വെച്ചാൽ തോന്നിയാണ്? ബാസ്കറ്റ് ബോൾ ആണെങ്കിലും ഫുട്ബോൾ പോലെ നമുക്ക് കളിച്ചാൽ പോരെ. എടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിലേ കുറച്ച് പൊക്കം വേണം, കാലിനൊക്കെ നീളം വേണം. നിന്നെ പോലെ ബോൾ ഉരുണ്ടിരുന്നാലേ ആൾക്കാരെ ബോളാണെന്ന് വെച്ചാൽ നിന്നെ അടിച്ച് ഗോൾ പോസ്റ്റ് കയറ്റി. ഞാൻ പറഞ്ഞേക്കാം. ആകെ ഞാൻ സഹിച്ചു കേട്ടോ. നീ സഹിക്കാതിരിക്കാം, പക്ഷെ ഇവിടെ വെച്ച് കളിക്കാൻ പറ്റൂല. നീ പുറത്ത് അങ്ങനെ പോയി കളിക്കും. നീ പേടിപ്പിക്കില്ലേ? ഞാൻ പോയേനാ, പേടിച്ചിട്ടൊന്നുമല്ല. ഡയലോഗ് അടിക്കല്ലേ? ഇവിടെ തണലുണ്ട്, ഇവിടെ കളിക്കാം. അപ്പോ പാസ്. അപ്പോ ഗർല ഹെഡ്ഷോട്ട്. അപ്പോ സൂപ്പർ. ഓളെ അപ്പോ എന്റെ ദൈവമേ. അപ്പോ കൺഗ്രാറ്റ്സ്, കിട്ടില്ലായിരുന്നു കേട്ടാ. എന്തെങ്കിലും പറ്റിയാ? ഒന്നും പറ്റില്ല. വേദനിച്ചാ? ഇല്ല. അതാണ് ഗെയിം സ്പിരിറ്റ്. വാ കളിക്കാം വാ. അത് റാമങ്ങള് കണ്ണുപിടിക്കല്ലേ, പൈസ വരല്ലേ, കണ്ണടിച്ചത്. അയ്യോ നമ്മളെ മുഹമ്മദ് അല്ലേ, എന്റെ കൂടെ പഠിക്കുന്ന മുഹമ്മദ്. മനസ്സിലായില്ലേ? പന്ത് കളിക്കാൻ പറ്റിയ സമയം. മുഹമ്മദ് നീ ആകെ തടഞ്ഞു കൊടുത്തില്ലടാ. ആഹാ, മുഹമ്മദ്
ഞാനാ അത് ഞാൻ വിമല. എന്ന് വെച്ചാ ആ അതൊക്കെ ഉണ്ട്. ഏ? നീ എന്താണ് അത്രയൊക്കെ തേച്ചിരിക്കണം? നല്ല മണം. അച്ഛനെന്താ വെച്ചാ ഞാൻ ഒരു കാര്യം പറയാം. അങ്കിള് തളരല്ലേ? എന്താ പറ. അപ്പുവിന്റെ കിളി പോയി. അതെനിക്ക് പണ്ടേ അറിയാടി. മമത വാ ബാൾ കളിക്കാം. വാ, ബാൾ കളിക്കാം. എന്താ ഈ പറയണത്? ഓർമ്മയൊക്കെ പോയെന്ന്. ഓർമ്മ പോയാ? ഓ അയ്യോ അച്ഛാ, എന്തോ ഓർമ്മ പോയെന്ന് വെച്ചാ? അതെ, ഈ പ്രായവർക്കൊക്കെ പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ. അസുഖം? ഈ എന്തോ മറന്നു പോണ അൽസൈമസ്. എടി എന്തൊരു മസാല, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ ചുമ്മാ നിന്നല്ലേ? ചുമ്മാ നിക്കായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം. എന്നാലും ഉണ്ണിയപ്പ ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. എന്നാലും അച്ഛൻ ഉണ്ണി ഗോൾ 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 ഗോൾ. പാൽ കവർ പൊട്ടിയതാണ്. അയ്യോ നോക്കാം. ഇങ്ങോട്ട് നടാ നടാ.